വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് ആണ്. ത്രൂപുട്ട് അക്കൗണ്ടിംഗ് എന്ന് പറയാൻ ശരിക്കും ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആണ്. ഇത് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റിയിൽ നിന്നുമുള്ള റിട്ടേൺ മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ്. അതായത് ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ റിട്ടേൺ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിസ്റ്റം വിച്ച് ഫോക്കസ് ഓൺ ദ വേസ് ടു മാക്സിമൈസ് റിട്ടേൺ പെർ യൂണിറ്റ് ഓഫ് ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റി അച്ചീവ്ഡ്. അതായത് ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ മാക്സിമം റിട്ടേൺ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന്റെ എയിം. ഈ ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷനെ റെസ്ട്രിക്ട് ചെയ്യുന്ന എനി ആക്ടിവിറ്റീനെ നമ്മൾ എന്താന്ന് പറയാ ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റി എന്നാണ് പറയുക. ചിലപ്പോൾ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ ആയിരിക്കാം, സ്കിൽഡ് ലേബറിന്റെ അവൈലബിലിറ്റി ഇല്ലായിരിക്കാം, നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആയിരിക്കാം, മെഷീന് കപ്പാസിറ്റി കുറവുള്ളതായിരിക്കാം. എനിത്തിങ് വിച്ച് വിൽ ഇംപ്രൂവ് ആൻഡ് വി വിൽ മാക്സിമൈസ് ദ റിട്ടേൺ. അതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ട്രൂ വാരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് മെറ്റീരിയൽ കോസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് വാരിയബിൾ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസ് ദ ത്രൂപുട്ട് എന്നാണ് അർത്ഥം. ത്രൂപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ത്രൂപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന കൺസ്ട്രൈൻ ടൈമിനുള്ള, അതായത് ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മുടെ ത്രൂപുട്ട് ഓർ നെറ്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന്റെ കോമ്പോണൻസ് ഫസ്റ്റ് വരുന്നതാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ത്രൂപുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ ഇൻ ടു പ്രൊഡക്റ്റ് സോൾഡ് ടു കസ്റ്റമേഴ്സ് ആണ് ഇൻ ടേംസ് ഓഫ് മണി വിത്തിൻ എ സ്പെസിഫിക് ടൈം പീരീഡ്. അതായത് നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റിനെ കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുന്നതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ത്രൂപുട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മള് ചുരുക്കത്തിൽ പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ത്രൂപുട്ട് എന്ന് പറയുന്നത്. അതായത് ദ റേറ്റ് അറ്റ് വിച്ച് കമ്പനീസ് മേക്കിംഗ് മണി ഫ്രം സെയിൽ, പ്രോഫിറ്റ് പെർസെന്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ത്രൂപുട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാ സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ നമ്മള് നമ്മള് ഈ ത്രൂപുട്ടില് സോൾഡ് ചെയ്ത യൂണിറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത് സെയിൽ ചെയ്ത യൂണിറ്റിൽ നിന്ന് നമുക്ക് ഇൻകർ ചെയ്ത ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ നമ്മൾ ഒരുപാട് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് സെയിൽ ആയിട്ടില്ലെങ്കിൽ ആ സെയിൽ ആവാത്ത ഔട്ട്പുട്ട് വി ആർ നോട്ട് അറ്റ് ഓൾ കൺസിഡറിങ്. വി വിൽ ഡിഡക്ട് ദ ടോട്ടൽ കോസ്റ്റ് ഫ്രം അവർ സെയിൽസ് റവന്യൂ. ആ കോസ്റ്റ് ചിലപ്പോൾ സെയിൽ ആവാത്തതിനും കൂടി ഇൻകർ ചെയ്തിട്ടായിരിക്കും. വി ഡസ് നോട്ട് ബോദർ അബൌട്ട് ദാറ്റ്. വി വിൽ ഡിഡക്ട് ദ ടോട്ടൽ എക്സ്പെൻസ് ഓഫ് ഓർഗനൈസേഷൻ ഫ്രം ദ കറന്റ് സെയിൽസ് റവന്യൂ. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വി വിൽ കൺസിഡർ ഓൺലി ദ യൂണിറ്റ് സോൾഡ്. നെക്സ്റ്റ് വരുന്ന ഒരു കോമ്പോണന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കൺസ്ട്രൈൻ തിയറികളിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നമ്മള് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങില് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മണി ടൈഡ് അപ്പ് ഇൻ അസറ്റ് ആണ്. അത് മേ ബി ദ മണി അസോസിയേറ്റഡ് വിത്ത് ഇൻവെന്ററി, മേ ബി റിലേറ്റഡ് ടു മെഷീനറി ഓർ അതർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. any money which is tied up in assets and liability or tied up in organization ആണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ആണ് ഇൻ ഓർഡർ ടു ടേൺ ആസ് മച്ച് ആസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ത്രൂപുട്ട്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ അല്ലെങ്കിൽ നമ്മുടെ അസറ്റിനെ റിട്ടേൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു മണീനെയും നമ്മൾ എന്താന്ന് പറയാ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ
all money the organization spent to earn throughput. അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കോൺട്രിബ്യൂഷൻ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയൽ ഒഴികെ ഉള്ള ബാക്കി എല്ലാ എക്സ്പെൻസും നമ്മൾ എന്താണ്, ത്രൂപുട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ്. വേജസ്, സാലറീസ്, ഡിപ്രീസിയേഷൻ, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ടാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ 3 കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് എന്താണ്, ത്രൂപുട്ട്. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രോഫിറ്റ് ഓർ ദ റേറ്റ് അറ്റ് വിച്ച് ദ കമ്പനി മേക്സ് മണി ഫ്രം സെയിൽ. ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മണി ടൈഡ് അപ്പ് ഇൻ അസെറ്റ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓൾ മണി ദ ഓർഗനൈസേഷൻ സ്പെൻഡ് ടു ഏൺ ത്രൂപുട്ട്. ഇനി കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്, ഈ ബേസിലാണ് നമ്മുടെ ത്രൂപുട്ട് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഷോർട്ട് റണ്ണില് മെറ്റീരിയൽ കോസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ കോസ്റ്റുകളും ഇൻക്ലൂഡിങ് ലേബർ ഫിക്സഡ് ആണ് എന്നാണ് എന്ത് കൺസിഡർ ചെയ്യുന്നത്, ത്രൂപുട്ട് അക്കൗണ്ടിങ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഫിക്സഡ് കോസ്റ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കുന്നുണ്ട്, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന്. അതായത് in short run, throughput accounting consider all cost except material cost as fixed cost. Material cost ഒഴികെ ബാക്കി എല്ലാ കോസ്റ്റുകളും എന്താണ്, ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓൺലി ട്രൂ വാരിയബിൾ കോസ്റ്റ് എന്ന് കൺസിഡർ ചെയ്യുന്നത് മെറ്റീരിയൽ, അതായത് റോ മെറ്റീരിയലിന്റെ കോസ്റ്റിനെ മാത്രമാണ്. പിന്നെ അടുത്തൊരു സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് JIT-യുടെ ബേസിൽ, അതായത് ജസ്റ്റിംഗ് ടൈം ആണ്. അതായത് ഒരിക്കലും കസ്റ്റമറിന്റെ ഓർഡർ ഇല്ലാതെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യരുത്. ത്രൂപുട്ട് അക്കൗണ്ടിങ് പ്രകാരം ഐഡിയൽ ഇൻവെന്ററി എന്ന് പറയുന്നത് 0 ആണ്. എപ്പോഴും ഓർഗനൈസേഷന്റെ ഇൻവെന്ററി ലെവൽ 0 ആയിരിക്കണം. അതായത് വി വിൽ ബി capable ഓഫ് പ്രൊഡ്യൂസിങ് ദ പ്രൊഡക്ട്സ് when the customers are demanding. So we should make all measures to improve our productivity. എപ്പോഴാണോ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഡിമാൻഡ് സ്പീഡിൽ മീറ്റ് ചെയ്യാൻ we should be capable without keeping the inventory. Just in time, അതായത് കസ്റ്റമറിന്റെ ഓർഡർ എപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ we are procuring the raw material, then we are producing the finished products. So the system should be that much efficient. Only then we can meet the customer need on time. So JIT-യുടെ ബേസിലാണ് എന്ത് ത്രൂപുട്ട് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ പ്രോഫിറ്റബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എത്ര സ്പീഡില് വി ക്യാൻ സാറ്റിസ്ഫൈ ദ കസ്റ്റമർ നീഡ്. അതായത് എത്ര സ്പീഡിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നോ ആ സ്പീഡിൽ വി ക്യാൻ ഇൻക്രീസ് അവർ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റോക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നത് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓൺലി we should produce the product when customer demand. So എത്രത്തോളം സ്പീഡിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ബോട്ടിൽ നെക്ക് ഓപ്പറേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. പ്രൊഡക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് നമ്മൾ ഓൺ ടൈമിൽ മീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ് ശരിക്കും ഡെവലപ്പ് ചെയ്തത് തന്നെ കൺസ്ട്രൈൻസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കൺസ്ട്രൈൻസിനെ നമ്മൾ പറയുന്നതാണ് എന്ത്,
ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ ലൈനില് റെസ്ട്രിക്ഷൻ പ്ലേസ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ബോട്ടിൽ നെക്ക് ഈസ് എ ആക്ടിവിറ്റി ദാറ്റ് പ്ലേസ് റെസ്ട്രിക്ഷൻ ഓൺ എ പ്രൊഡക്ഷൻ ലൈൻ ഓർ ഫാക്ടറി. ഫാക്ടറിയുടെ എഫിഷ്യൻസിക്കോ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്കോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്പീഡിനോ എന്തിനു വേണമെങ്കിൽ റെസ്ട്രിക്ഷൻ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ഈ ബോട്ടിൽ നെക്കിനെ ഇംപ്രൂവ് ചെയ്തിട്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം ത്രൂപുട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഷോർട്ടേജ് ഓഫ് മെഷീൻ കപ്പാസിറ്റി. മെഷീൻ കപ്പാസിറ്റി കുറവാണെങ്കിൽ ഇറ്റ്സ് എ ബോട്ടിൽ നെക്ക്. കാരണം ഇറ്റ് വിൽ എഫക്ട് ദ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ദ സ്പീഡ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു 3000 ഓർഡർ ഉണ്ട്, 3000 പ്രൊഡക്റ്റിന്റെ ഓർഡർ ഉണ്ട്. അറ്റ് എ ടൈം നമ്മുടെ മെഷീന് 1000 എണ്ണാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വി ഹാവ് ടു റൺ ദ മെഷീൻ ഫോർ 3 ടൈംസ്. ബട്ട് നമ്മുടെ മെഷീന് 3000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വി ക്യാൻ സേവ് ദ ടൈം ബിക്കോസ് വി ഓൺലി നീഡ് ടു റൺ ദ മെഷീൻ ഇൻ 1 ടൈം. സോ മെഷീൻ കപ്പാസിറ്റി കുറവാണെങ്കിൽ ഇറ്റ് വർക്ക്സ് ആസ് ആൻ ബോട്ടിൽ നെക്ക് ബിക്കോസ് ഇറ്റ് ലാഗ് ദ ടൈം ഓർ ബിക്കോസ് ഇറ്റ് പ്ലേസ് എ റെസ്ട്രിക്ഷൻ ഓൺ പ്രൊഡക്ഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ. നമ്മുടെ കയ്യിൽ അൺസ്കിൽഡ് ലേബർ ആണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ദ ലേബർ ടൈം ഓർ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ടൈം. സോ ഇറ്റ് വിൽ ലാഗ് ദ പ്രൊഡക്ഷൻ. നെക്സ്റ്റ് വരുന്നതാണ് നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ. റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി ദ പ്രൊഡക്ഷൻ വിൽ ബി disturbed. We may tends to stop the production. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷന്റെ മുകളില് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലൈനിന്റെ മുകളില് നമ്മുടെ എഫിഷ്യൻസിയുടെ മുകളില് ഒരു റെസ്ട്രിക്ഷൻ പ്ലേസ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിനെ നമ്മൾ എന്താന്ന് പറയാ? ബോട്ടിൽ നെക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് എന്നാണ്. ത്രൂപുട്ട് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞത് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ആൻ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം which focus on the ways by which we can maximize the return. It actually focus true variable cost as it consider only material as true variable cost. ഇതിന്റെ കോമ്പോണൻസ് 3 കോമ്പോണൻസ് ആണുള്ളത്. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് at which company makes money from sale. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ every element of money tied up in organization or in asset or in the process, അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ all money the organization spent to earn throughput except the variable expense. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങില് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇൻക്ലൂഡ് വേജസ്, സാലറീസ് ആൻഡ് ഡിപ്രീസിയേഷൻ എക്സെട്ര. പിന്നെ 3 കോൺസെപ്റ്റ് ഉണ്ട്. ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺസിഡർ ഓൺലി മെറ്റീരിയൽ കോസ്റ്റ് ആസ് വാരിയബിൾ ഇൻ ഷോർട്ട് റൺ ആൻഡ് JIT's works based on just-in-time manufacturing that we will produce when there is a demand. There is no need of maintaining stock. It focus on ideal inventory level of 0. Then the third concept, the profitability is determined by how quickly goods can be produced to satisfy customer needs. That is, we should improve the bottleneck operations to increase the rate at which we meet the demand of customers. എന്താണ് ബോട്ടിൽ നെക്ക്? ഇറ്റ്സ് എനി ആക്ടിവിറ്റി ദാറ്റ് പ്ലേസ് റെസ്ട്രിക്ഷൻ ഓൺ എ പ്രൊഡക്ഷൻ ലൈൻ ഓർ ഫാക്ടറി. It include anything which reduce our productivity, production capacity or lag our time. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.